ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവജനമേ, നമ്മളെല്ലാവരും പുനരുദ്ധാന തിരുനാളിൻ്റെ സന്തോഷത്തിലാണ്. എല്ലാവർക്കും കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ്. ഇന്ന് നമ്മൾ വിചിന്തനത്തിനായിട്ട് എടുക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങളാണ്. ഈ ഒരു സുവിശേഷ ഭാഗത്തിൻ്റെ ആരംഭത്തിൽ നാം കാണുക ജെറൂസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് തിരികെ പോകുന്ന ശിഷ്യഗണത്തെയാണ്. ജെറൂസലേമിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഒരല്പം പുറകോട്ട് പോകുന്നത് നല്ലതാണ്. ഈ ജെറൂസലേമിൻ്റെ പ്രത്യേകത നമുക്കറിയാവുന്നതുപോലെ ദാവീദ് രാജാവിൻ്റെ കാലഘട്ടം മുതൽ, ദാവീദ് രാജാവ് ജെറൂസലേം കീഴടക്കിയ കാലഘട്ടം മുതൽ ഇസ്രായേൽ ജനത്തിന് വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ് ജെറൂസലേം. പിന്നീട് ഈ ജെറൂസലേം അറിയപ്പെടുന്നത് സിറ്റി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ നഗരമായിട്ടാണ്. ഈ ദൈവത്തിൻ്റെ നഗരമായിരുന്ന ജെറൂസലേമിലേക്ക് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് യഹൂദർ ദൈവത്തെ ആരാധിക്കാനും മഹത്വപ്പെടുത്താനും നന്ദി പറയാനും ബലിയർപ്പിക്കുവാനുമായി വന്നുപോകുന്ന സ്ഥലമാണ്. അതായത് നിരാശയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് പ്രത്യാശ നൽകുന്ന സ്ഥലമാണ് ജെറൂസലേം. ദൈവത്തെ തേടുന്നവർക്ക് കണ്ടെത്താനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ജെറൂസലേം. അപ്പോൾ എല്ലാവരും ജെറൂസലേമിലേക്ക് പ്രതീക്ഷയോടെ വന്നുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ കാണുക പ്രതീക്ഷയുടെ സ്ഥലത്തുനിന്ന് ആ സ്ഥലം ഉപേക്ഷിച്ചുകൊണ്ട് നിരാശയോടെ വേറെന്തോ പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക്, എമ്മാവൂസിലേക്ക് യാത്ര ചെയ്യുന്ന ശിഷ്യരെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഈ ജെറൂസലേം ഉപേക്ഷിക്കാൻ ഈ ശിഷ്യരെ പ്രേരിപ്പിച്ച കാര്യങ്ങൾ എന്ന് ഒന്ന് വിചിന്തനം ചെയ്യുന്നത് നന്നായിരിക്കും. സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ ആദ്യ ഭാഗത്ത് നാം കാണുന്നത് അവർ ജെറൂസലേം വിടാനുള്ള ഒന്നാമത്തെ കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത് ഈ ശിഷ്യർ ഈശോയെ തെറ്റായി മനസ്സിലാക്കി എന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ സുവിശേഷ ഭാഗം വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈശോയുമായിട്ടുള്ള സംസാരത്തിനിടയിൽ അവർ ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങൾ ജെറൂസലേമിൽ നടന്ന സംഭവങ്ങളൊന്നും അറിഞ്ഞില്ലേ? അവിടെ യേശു എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് നിങ്ങൾ കേട്ടില്ലേ? അവൻ ദൈവത്തിൻ്റെ വലിയ പ്രവാചകനായിരുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ? അവനിൽ ഞങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു എന്നറിഞ്ഞില്ലേ? അവൻ ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവനാണെന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ? ഞങ്ങളെല്ലാവരും ആ പ്രതീക്ഷയോടെ ജീവിച്ചവരാണ്. പക്ഷേ എന്നാൽ ഈ ഒരു പ്രതീക്ഷയെ തകിടം മറിച്ചുകൊണ്ട് അവരെ യഹൂദർ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തു. പിന്നീട് എന്താണ് നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഒരറിവുമില്ല. ഇന്ന് ഞങ്ങൾ ഒരിക്കൽ പ്രതീക്ഷയോടെ കണ്ടിരുന്ന യേശു ഇല്ല. ജീസസ് ഈസ് നോ മോർ. അപ്പോൾ അവരുടെ പ്രതീക്ഷകൾ ഇസ്രായേലിനെ വിമോചിപ്പിക്കാനാണ് ഈശോ വന്നത് എന്നുള്ള കാര്യത്തിൽ നിന്നും വ്യതിരക്തമായി മറ്റെന്തോ ആണ് സംഭവിച്ചേക്കുന്നത്. അപ്പോൾ പിന്നെ അവർ ജെറൂസലേമിൽ നിന്നിട്ട് എന്താണ് കാര്യം? ഒരു കാര്യവുമില്ല. അപ്പോൾ ജെറൂസലേമിൽ അവർക്കിനി ഉപേക്ഷിക്കേണ്ട സമയമായതായി അവർക്ക് തെറ്റായി ബോധ്യപ്പെടുകയാണ്. തെറ്റായ ബോധ്യമാണത്. അപ്പോൾ അവിടം ഉപേക്ഷിക്കാതെ, ജെറൂസലേം ഉപേക്ഷിക്കാതെ അവർക്ക് തരമില്ല. രണ്ടാമതായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കാനുള്ള ക്ഷമയില്ല ഈ ശിഷ്യർക്ക് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ പഴയ നിയമ കാലഘട്ടത്തിലേക്ക് പോയാൽ സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ ക്ഷമ നഷ്ടപ്പെടുത്തിയ ഒരു വ്യക്തിയെ നാം കാണുന്നുണ്ട്. അത് മറ്റാരുമല്ല, സാവൂളാണ്. ഫിലിസ്തീനുമായിട്ടുള്ള യുദ്ധത്തിൽ സാമുവേലിൻ്റെ വരവിനായി കാത്തിരിക്കുന്ന സാവൂളിനെ നമ്മളവിടെ കാണുന്നു. സാമുവേൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചതിന് ശേഷം വേണം അവർ അവരുടെ യുദ്ധങ്ങൾ ആരംഭിക്കാൻ. എന്നാൽ കുറച്ച് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം സാമുവേലിൻ്റെ സാന്നിധ്യം അവർക്ക്
അനുഭവവേദ്യമാകുന്നില്ല എന്ന് തോന്നിയപ്പോൾ, ഫിലിസ്തീയർ യുദ്ധകാഹളം മുഴക്കി തങ്ങളെ ആക്രമിക്കാൻ വരുന്നുവെന്ന് അവർക്ക് ബോധ്യമായപ്പോൾ ജനം സാവൂളിനെ വിട്ടുപോവുകയാണ്. ഈ സാവൂൾ ജനം ഇപ്രകാരം അകന്നു പോകുന്നത് കാണുമ്പോൾ ഭയപ്പെടുന്നു. പിന്നെ സാമുവേലിന് വേണ്ടി കാത്തിരുന്നിട്ട് കാര്യമില്ല, സാവൂൾ തന്നെ ബലിയർപ്പിക്കുകയാണ്. ഈ ബലിയർപ്പണത്തിന് ശേഷം സാമുവേൽ അവിടെ കടന്നു വരുന്നതും പിന്നീട് അങ്ങോട്ട് സാവൂൾ ദൈവസന്നിധിയിൽ നിന്ന് തിരസ്കൃതനാകുന്നതിൻ്റെ ആരംഭമായിട്ട് ഈ ഒരു സംഭവത്തെ നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കാനുള്ള ഒരു ക്ഷമ നഷ്ടപ്പെടുത്തിയാൽ, ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കാനുള്ള ക്ഷമ നമുക്കില്ലാതായാൽ, സാവൂളിന് സംഭവിച്ചതുപോലെ തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുക. ഈ ശിഷ്യരുടെ ജീവിതത്തിൽ സംഭവിച്ചതും അതുതന്നെയായിരുന്നു. കാരണം കർത്താവ് പീഡ സഹിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു. അടക്കപ്പെട്ടതിന് ശേഷം ചില സ്ത്രീകൾ വന്ന് ഇവരെ അത്ഭുതപ്പെടുത്തുന്നു, കർത്താവ് ഉദ്ധാനം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്. ചില ശിഷ്യഗണങ്ങൾ ഈ സ്ത്രീകൾ പറഞ്ഞത് കേട്ട് കല്ലറയെങ്കിൽ പോയി നോക്കുന്നു. അവിടെയും കർത്താവിൻ്റെ ശരീരം കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. ഈ സംസാരങ്ങളും ഈ കാര്യങ്ങളൊക്കെ ഈ ജെറൂസലേമിൽ നിന്ന് യാത്രയാകുന്ന ശിഷ്യർക്കറിയാവുന്നതാണ്. അപ്പോൾ കർത്താവ് നമ്മൾ ജീവിച്ചിരുന്ന കാലഘട്ടത്ത് പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കാനോ, ഇപ്രകാരം കർത്താവ് പീഡാസഹനത്തിന് ശേഷം ഉദ്ധാനം ചെയ്യും എന്നുള്ള കാര്യം ഇവരെ ബോധ്യപ്പെടുത്തിയത് ഒന്ന് ഓർമ്മപ്പെടുത്തിയെടുക്കാനോ അവർക്ക് സാധിക്കുന്നില്ല. അതിനുള്ള ക്ഷമ അവർക്കില്ല. കാരണം അവരെ സംബന്ധിച്ച് ക്രിസ്തു മരിച്ചു, ഉദ്ധാനം ചെയ്തു എന്നുള്ള മറ്റൊരുടെ വിശ്വാസ പ്രഖ്യാപനത്തെ ഒന്ന് സ്ഥിരീകരിക്കാനുള്ള ഒരു സമയപരിധി അവരുടെ ജീവിതത്തിൽ കൊടുക്കാൻ അവർ തയ്യാറാകാത്തതുകൊണ്ട് അവർക്ക് പിന്നെ ജെറൂസലേം ഉപേക്ഷിക്കാതെ തരവില്ല, എമ്മാവൂസ് തേടിപ്പോകാതെ തരവില്ല. മൂന്നാമതായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് അവർ ജെറൂസലേം ഉപേക്ഷിക്കാൻ നിർബന്ധിതമാകുന്നത് എന്നുള്ള കാര്യം, വചനത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ്. കർത്താവ് ഈ ശിഷ്യഗണത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അവരെ ഓർമ്മപ്പെടുത്തിയതും അവരെ കുറ്റപ്പെടുത്തിയതും ഈ ഒരു കാര്യത്തിനാണ്. ഭോഷന്മാരെ, പ്രവാചകന്മാർ നിങ്ങളോട് പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങൾ, അത് വചനത്തിൻ്റെ ആരംഭം മുതൽ എൻ്റെ ഈ കാലഘട്ടം വരെ എപ്രകാരമാണ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുന്നത് എന്നും, അവൻ പീഡ സഹിക്കേണ്ടിയിരിക്കുന്നുവെന്നും, മരിക്കേണ്ടിയിരിക്കുന്നുവെന്നും, അവൻ പുനരുദ്ധാനം ചെയ്യുമെന്നും, അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുമെന്നും, പരിശുദ്ധാത്മാവിനെ അയക്കുമെന്നും തുടങ്ങിയിട്ടുള്ള പ്രവാചകന്മാർ വഴി നൽകപ്പെട്ട വിശുദ്ധ ലിഖിതം നിങ്ങൾ വായിക്കാത്തതുകൊണ്ട്, വിചിന്തനം ചെയ്യാത്തതുകൊണ്ട്, ജീവിതത്തിൽ ഉൾക്കൊള്ളാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഈ വലിയ തെറ്റുപറ്റിയത് എന്നുള്ളൊരു ചോദ്യമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വചനത്തെക്കുറിച്ചുള്ള അജ്ഞത ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ എമ്മാവൂസ് തേടി പോകാതെ ആ മനുഷ്യർക്ക് തരമില്ല. വചനത്തെക്കുറിച്ചുള്ള അജ്ഞത നമ്മുടെ കുടുംബജീവിതത്തെ തകർക്കുന്നു, നമ്മളുടെ സാമൂഹികമായിട്ടുള്ള പ്രതിബദ്ധതകളെ ഇല്ലാതാക്കുന്നു. പലരും മയക്കുമരുന്നിനും മറ്റും അടിമയായി പോകുന്നു, പല ആസക്തികൾക്കും അടിമയായി പോകുന്നു. കാരണം ഇവയിൽ നിന്നെല്ലാം വിടുതലും മോചനവും ലഭിക്കുന്നത് വചനത്തിൽ നിന്നാണ് എന്ന് ആരും ഓർക്കുന്നില്ല. ഈ ഒരു മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ഈ ശിഷ്യർക്ക് ജെറൂസലേം വിടേണ്ടതായിട്ട് വരുന്ന കാരണങ്ങൾ. എന്നാൽ അവർ ചെന്നെത്തേണ്ടുന്ന എമ്മാവൂസിൽ ഒന്നും ലഭിക്കില്ല എന്നുള്ളത് ഈശോയ്ക്ക് മാത്രമാണ് അറിയാവുന്നത്. അതുകൊണ്ടാണ് ഈശോ അവരുടെ കൂടെ യാത്ര ചെയ്ത് അവരെ വചനം കൊണ്ട് പ്രബുദ്ധരാക്കി അപ്പം മുറിച്ചതിന് ശേഷം അവരുടെ കണ്ണുകൾ തുറന്നു കൊടുക്കുന്നത്. ഈ ഒരു വലിയൊരു വിളിയാണ്, അല്ലെങ്കിൽ ഈ ഒരു വലിയ ദൗത്യമാണ് ഇന്ന് കർത്താവ് നമ്മളോടും ആവശ്യപ്പെടുന്നത്. കൂടെ യാത്ര ചെയ്യുന്ന ക്രിസ്തുവിനെ കണ്ടെത്തണം. ക്രിസ്തുവിനെ കണ്ടെത്താനുള്ള ഒരേയൊരു മാർഗം വചനമാണ്. ഇന്ന് നമ്മളുടെ കുടുംബങ്ങളിലും നമ്മുടെ ഇടവകയിലുമൊക്കെ വചനമുണ്ട്, ബൈബിളുണ്ട്. സന്ധ്യാപ്രാർത്ഥനകളിൽ വൈകുന്നേരം വായിക്കുന്ന 2 മിനിറ്റ് നേരത്തെ വചനവായനയായും, ഇടവകകളിൽ ബലിയർപ്പണ സമയത്ത് വായിക്കുന്ന വചനവായനയായും നമ്മളുടെ
വചനത്തെക്കുറിച്ചുള്ള സുവിശേഷത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ ഒതുങ്ങിപ്പോയതിനാൽ ഇതേ ശിഷ്യഗണത്തിൻ്റെ ദുരനുഭവങ്ങളുമായിരിക്കും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവുക. കാരണം പ്രത്യാശ ഉള്ള സ്ഥലത്ത് നിന്ന് നിരാശയിലേക്ക് യാത്ര ചെയ്യുന്ന ശിഷ്യരെ പോലെയായി നമ്മൾ മാറിത്തീരുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നമ്മൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, സന്തോഷത്തിലായിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യാം. വചനത്തിൽ ആഴപ്പെടുത്തിയ ഒരു വിശ്വാസ ജീവിതം നമ്മുടെ ജീവിതത്തിനുണ്ടോ? എന്നാൽ വചനത്തിൽ ഊന്നിയ വിശ്വാസ ജീവിതത്തിലേക്ക് നാം ജീവിക്കാൻ തയ്യാറായാൽ പ്രതീക്ഷയോടെ വീണ്ടും ജെറൂസലേമിലേക്ക് പോകാനും ക്രിസ്തുവിനായി ജീവിക്കാനും അനേകരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാനും നമുക്ക് സാധിക്കും. അതിനായി നമുക്ക് ഈശോയോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവാൽ നയിക്കപ്പെടാനുള്ള ശക്തിയും കൃപയും പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് തരുമാറാകട്ടെ. ആമേൻ.